നീ അങ്ങോട്ട് നോക്കി. രേണു സുധി ഇതിനു മുമ്പ്, അതായത് സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ? അത് ഉത്തരം പറ. അത് പാസ്റ്റർ എന്നാണ് ഞാൻ കേട്ടത്. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിരുന്നോ? എനിക്കറിയില്ല. ഇല്ല. അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാണ് ഇല്ല. ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. അത് പാസ്റ്ററിനല്ല, അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നോ? വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞ, എന്നെ വിവാഹം കഴിച്ച സുചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അത് ഒറ്റ കൺക്ലൂഷനിൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. എന്നെ വിട്ടേക്ക്. എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. അല്ല, തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയുമ്പോഴാണ് ഇതിനകത്ത് ഒരു സംശയം ജനിക്കുന്നത്. സംശയം ജനിക്കും. കാരണം അത് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. ആ ചോദ്യത്തിൽ ഒന്ന് കുഴങ്ങിപ്പോയ പോലെ തോന്നുന്നു. ഇത്ര നേരം നല്ല ഓണായിട്ടിരുന്നിട്ട് ഇപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന്. ഇല്ലില്ല, അതല്ല. അത് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അതിപ്പം നമുക്കത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല, അതുകൊണ്ടാണ്. അളിഞ്ഞു നാറിയ പൂർവ്വകഥകളെല്ലാം മറച്ചു വെച്ച് മാന്യനായി നീ അഭിനയിക്കണം അല്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ എന്നെ ആരും താലിയും കെട്ടിട്ടില്ല സുചേട്ടൻ അല്ലാണ്ട് ആരും ഈ ലിവിംഗ് ടുഗദറും ഇല്ലായിരുന്നു. പക്ഷെ അതിന്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് അത് പറയുന്നതായിരുന്നു. എനിക്കൊരു ചെറിയ സംശയം തോന്നിയിരുന്നു. ഒരു എറിഞ്ഞു നോക്കിയത്. ഇപ്പൊ അത് പറയാൻ അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലാണല്ലോ ഉത്തരം. എന്നാലും ഉത്തരം പറഞ്ഞല്ലോ. അത് ഉത്തരവായിട്ടില്ല. ഇല്ല, എനിക്ക് സാധാരണ എന്ത് ചോദ്യത്തിനും കൃത്യമായിട്ട് മറുപടി തരുന്ന രേണു സുധിയിൽ നിന്നുള്ള, രേണു ചേച്ചിയിൽ നിന്നുള്ള ആ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. ആ ചോദ്യം ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാർക്കും കൂടി ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ ഒരാളില്ല, അതിപ്പോ പാസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു വ്യക്തി ആയിക്കോട്ടെ, അങ്ങനെ ഒരാളില്ല എങ്കിൽ അങ്ങനെ ഒരാളില്ല എന്ന് പറയാത്തോളം കാലം സ്വാഭാവികമായിട്ടും അപ്പൊ പക്ഷെ അതിനകത്ത് ഉണ്ടാവാം എന്നൊരു ധ്വനിയാണ് കൂടുതൽ വരുന്നത്. കൂടുതൽ വന്നോട്ടെ, എന്തായാലും ഞാൻ പിന്നീട് പറയുമല്ലോ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാമോ? മതിയോ?